റസൂൽ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹുവിനൊക്കെ ആകെ ആ വാക്ക് കേട്ട് പിന്നെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് സവാദ് എന്നും ഉക്കാശത്ത് എന്നും പേരുള്ള ആൾ എഴുന്നേറ്റ് നിന്നിട്ട് നബിയെ ഉണ്ട്, എനിക്ക് അന്ന് ഇങ്ങനെ ഒരു വടി കൊണ്ട് ഇങ്ങനെ നേരെ നില്ലെന്ന് പറയുന്നത് കുത്തിയിട്ടുണ്ട് ഒരു യുദ്ധ ഭാഗത്ത്, അതുകൊണ്ട് എനിക്ക് അവിടെ തിരിച്ചു കുത്തണമെന്ന് പറയുന്ന രംഗം. അപ്പൊ റസൂലുള്ള പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അങ്ങനെ ദ്രോഹിക്കരുത്, പിന്നെ ഇവിടെ മലക്കുകൾ വരും, ശാപം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആ സമയത്ത് അതാണ് അതില് ഒറ്റ വരി പാടാം. അതിന് ആ തുടക്കം ഇങ്ങനെ ഉരത്ത് യാ മൗലൽ ഉറൂബ ഉശിരങ്കൽ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാ പെരിയോനുമൈറകൈ പേശും ജിന്നിൻ സിലകൈ പെരിശം റസൂലദാകൈ യാ സഫിയല്ലാ യാ സഫിയല്ലാ. ഇതാണ് ഭയങ്കര എഴുതിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുപ്പായം പൊക്കണമെന്ന് പറഞ്ഞു. കാരണം അന്നേരം എനിക്ക് കുപ്പായില്ലായിരുന്നു. നൈനാർ നബി താഹ കമീസൈ കേറ്റി നവീന്ദ്ര സവാദോടിങ്ങടുത്തോ തീറ്റി. അടുത്ത വരെയാണ് വല്ലാത്തൊരു വരി. മൈമാൻ മഹാജൂആൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട പഠിക്കാടുത്തേ. ഇതിപ്പോ ആണ് എന്നെ ഈ വരി പഠിപ്പിക്കുന്നത്. മൈമാൻ എന്ന് പറഞ്ഞാൽ വണ്ട്. രാവിലെ മുതൽ വൈകുന്നത് വരെ തേൻ അന്വേഷിച്ചിട്ടൊരു വണ്ട് ഇങ്ങനെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ രണ്ട് ദുഃഖം ഈ വണ്ടിനുണ്ടായി. ഒന്ന് നിരാശ, പ്രയത്നത്തിന് ഫലമില്ല. രണ്ട് വിശപ്പ്. ഇത് രണ്ടും സഹിക്കാൻ കഴിയാതെ ഈ വണ്ട് നിരാശയോടെ വിഷമത്തോടുകൂടി വിശപ്പോടുകൂടി തിരിച്ച് പറക്കാൻ നേരം പെട്ടെന്ന് മധു നിറഞ്ഞ ഒരു പൂവിനെ കണ്ടാൽ ആ പൂവിന്റെ അടുത്തേക്ക് വണ്ട് എങ്ങനെ പോകുമോ? മൈമാൻ മഹാജൂആൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട പഠിക്കാടുത്തേ. ആ പൂവ് എന്റെ അടുത്തേക്ക് തേൻ കുടിക്കാൻ വിശപ്പും ആവേശവും എല്ലാം ഒത്തിണങ്ങി പോകുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരീരത്തിലേക്ക് സവാദ് അമർത്തി മുട്ടിന. എന്ത് മനോഹരമായ ഒരൊറ്റ വരിയെന്നറിയാം. ആ ഒരൊറ്റ വരി മൊയ്ൻകുട്ടി വൈദ്യർക്ക് കബറിനകത്ത് അനുഗ്രഹത്തില്ല. അതാണ് മഹാന്മാർ മുമ്പ് എഴുതിയത്. സയ്യിദി വഖഫ് തങ്ങളാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലായിടത്തും 5 മിനിറ്റ് പറഞ്ഞത് കൊണ്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ ഈ സുന്നത്യമായത്തിന്റെ അക്കിയത് നടപ്പിലാക്കണം. വിദേഹത്തിന്റെ അഹലുകാർ വന്നോടുകൂടി ഇറങ്ങിയത് മൊത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം, ഹദ്ദാദ് പഠിപ്പിക്കണം, നമ്മുടെ വീട് അങ്ങനെ ആക്കണം. അത് എല്ലാവരും ഒത്തിണങ്ങി ഇവിടെ പണ്ഡിതന്മാരുടെയൊക്കെ സദസ്സാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ ഉമ്മയുടെ ഉമ്മ, അവർ മരണപ്പെട്ടു പോയി. അവരുടെ മകളായ എൻ്റെ ഉമ്മ പിന്നെ മക്കളുടെ കൂട്ടത്തിൽ മരിച്ചത് ഉമ്മയാണ്. പിന്നെ ഒരു നെസറെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു മാമ ആശ്വാമയുടെ മൂത്തയായിരുന്നോ? അപ്പൊ നിങ്ങളെയൊക്കെ മൂത്ത ഒരു നെസർ എന്ന് പറഞ്ഞൊരു മാമ മരണപ്പെട്ടു. ആ ഓർമ്മയ്ക്കാണ് താജുമാമയുടെ മോന് നെസറെന്ന് വലിയ വിളിച്ചിട്ട് വരാം. അപ്പൊ അങ്ങനെ മരണപ്പെട്ടു പോയി. പിന്നെ അള്ളാഹു തആല അവിടെയൊക്കെ ഖബർ വിശാലമാക്കട്ടെ. ഈ മൗലിദിന്റെ സുഗന്ധം അവർക്ക് എത്തട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ആണ് മരിച്ചു. 1 കൊല്ലം 2 മാസമായുള്ളൂ. അവർക്കൊക്കെ അള്ളാഹു എത്തിക്കട്ടെ. പിന്നെ ഉമ്മാൾ അനിയത്തി ഈ കല അതേപോലെ 100% അച്ചിട്ട വാർത്തോടെ കിട്ടിയ ആളാണ് എൻ്റെ ഉമ്മാൾ അനിയത്തി. അവരുണ്ടെങ്കിൽ ഇപ്പൊ അപ്പുറത്തുകൊണ്ട് ഈ പാട്ട് ബാക്കി പഠിപ്പം ആശുപത്രി കിടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ ഭയപ്പെട്ടു. സുബൈക്ക് വരെ എഴുന്നേറ്റ് ദുആ ചെയ്യും. അതിന്റെ ഫലം എല്ലാവരുടെ ഫലം കണ്ടു. ഇപ്പൊ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുകയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ശരിയാക്കട്ടെ. നമ്മുടെ